ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാമിലൂടെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ആയഞ്ചേരിയിലെ മാണിക്കോത്ത് താഴെപ്പാലം എന്ന് പറയുന്ന സ്ഥലം. വേളം പഞ്ചായത്തിനെ ആയഞ്ചേരി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഇതിൻ്റെ മനോഹാരിത കൊണ്ട് തന്നെ ഈ പെരുന്നാളിന്, ഈ ചെറിയ പെരുന്നാളിന് ഈ ബലി പെരുന്നാളിന് ഈ റോഡ് നിറയെ ആളായിരുന്നു. ഈ പാലം കാണാനും ഇതിൻ്റെ പ്രകൃതി ആസ്വദിക്കാനും വേണ്ടി നിറയെ ആളുകളായിരുന്നു. അന്ന് ഏതായാലും വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇതിലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഇന്നൊരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പം ഞാൻ ഒറ്റക്കല്ല കേട്ടോ വന്നത്, എൻ്റെ 2 മക്കളുണ്ട്. ഇതൊന്നും ഇങ്ങോട്ടോ ഹായ് പറയും. ഇത് മിസ് അബ്, ഇത് ഹമ്മാദ്. ഇതുണ്ടല്ലേ, 2 ഭാഗത്തും അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന വയലാണ് കേട്ടോ. അതായത് ഇത് വേനൽക്കാലത്ത് പോലും പച്ചപ്പാണ് ഇവിടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ തന്നെ ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വർക്കൊന്നും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇൻ്റർലോക്കൊക്കെ പതിപ്പിച്ച് അതുപോലെ തന്നെ ഇവിടെ കൈവരൊക്കെ വെച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു എന്താ പറയുക വ്യൂ പോയിന്റ് എന്നുള്ള നിലക്ക് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം വേളം പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർലോക്ക് പതിപ്പിച്ചിട്ടുണ്ട്. ഇനി പാലത്തിൻ്റെ അപ്പുറം ആയഞ്ചേരി പഞ്ചായത്താണ്. ആയഞ്ചേരി പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് അധികൃതരോട് പറയാനുള്ളത് ഇതേപോലെ തന്നെ ആ ഭാഗം കൂടി ആക്കിയിരുന്നെങ്കിൽ വളരെ ഭംഗി ഒന്നും കൂടി കൂടുമായിരുന്നു. ഏതെന്നാലും ഇങ്ങനെയൊക്കെ ആകാതിരുന്നിട്ട് പോലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക. വൈകുന്നേരങ്ങളിൽ ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും അതുപോലെ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചു നോക്കട്ടോ. ഒരു കുതിര സഫാരി ഒക്കെ ഉണ്ട്. എടാ, ഇത് സ്ഥിരമായിട്ടുള്ളതാ? എത്ര പൈസ? 100 രൂപ. എത്ര സമയം? ഏകദേശം 100. ഇതാരും ഇത് എന്ത്? കേറാ, പൈസന്റെ കേറാ. 100 രൂപ. എടാ, ഇത് കയറണോ? കുതിര കയറണോ? അറിയേ പേടിയാവാ? എന്നാ ഒന്ന് കയറിക്കോ. കേരള പൈസ ഇല്ല. പൈസ ഞാൻ തെരഞ്ഞു കയറോ? എന്നാ ഓരോട് പറ. എന്താ ഷാനങ്ങനെ കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. അവിടെ പേടിയുണ്ടാ? ഒരാളാദ്യം പറ്റി കേട്ടെ. നീ പിന്നെ കയറി കേട്ടാ. ഇവനെ ഒന്നിങ്ങോട്ടേക്ക്. എടാ ഇങ്ങോട്ട് കേട്ടാ, ഒരു ഫോട്ടോയിൽ എടുക്കട്ടെ. ഇനി കുതിരപ്പുറത്ത് കയറിയെല്ലാം കാണണ്ടേ വീട്ടുകാരെ? ഷാനി ഒന്നും കൊണ്ടേക്കോ. ഷാൻ എന്നാ പോയിട്ട് വാ. ഹാപ്പി ജേണി. മുച്ചിനേറണ അപ്പൊ അവൻ പോയിട്ട് വരട്ടെ. നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഈ സ്ഥലത്തിനെ പറ്റി അഭിപ്രായം പറയാമെന്ന് ഈ മൈക്കിൽ പറഞ്ഞത്. നല്ല പ്രകൃതി രമണീയമാണ്. നിങ്ങളുടെ സ്ഥലം പറ, പേര് പറ. പൈങ്ങോട്ടെ. എങ്ങനെയുണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ എളുപ്പമുണ്ടാവും? എന്താ പറയാനുള്ളത്? പേര്? മുഹമ്മദ്. നിങ്ങൾ എന്താ പ്ലസ് ഡിഗ്രി? പ്ലസ് ടു. എന്താ ഡിഗ്രിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയുണ്ട് ഈ ഒരു ബൈക്ക് കൊടുത്താൽ? നല്ല വൈകുന്നേരം നല്ല ഇതാണ്. തട്ടുകടയും കൂടി ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ. അല്ല ഒന്നും കൂടി ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണാൻ നമുക്ക്. ബാക്കി എല്ലാവരും ഓടിയാ ക്യാമറ കണ്ടിട്ട്. പിന്നെ ഇവിടെ ഇതാണ് മാണിക്കോത്ത് പാലം എന്ന് പറയുന്ന പാലം. ഇതാണ് പാലം. ചെറുതാണ്. നല്ല വീതിയൊക്കെ കൂട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെ എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇതുണ്ടല്ലേ, നല്ല മനോഹരമായൊരു ചെറിയൊരു തോട് ഒഴുകി പോകുന്നുണ്ട്. ഇപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ സമൃദ്ധമായിട്ട് വെള്ളമുണ്ട്. ഇവിടെ നീന്താനൊക്കെ പറ്റുന്നൊരു ഭാഗമുണ്ട്. ഈ പാലത്തിൻ്റെ ഭാഗം നീന്താൻ പറ്റുന്ന ഭാഗമാണ്.
പേര് അക്ഷയ്. എങ്ങനെയുണ്ട് നിങ്ങളെ നാടാണല്ലോ ഇതല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ ഒരു മാറ്റം? കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ഇപ്പോൾ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് ഇവിടെ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുഴപ്പമില്ല. ഇത് പണ്ടേ ഈ നാച്ചുറലിൻ്റെ രീതി ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്റർലോക്ക് പതിപ്പിച്ചിട്ട് ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ട്. മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഫുള്ള് വെള്ളം കയറും. ഒരു പുഴേൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്തു, ഈ ഒരു കാര്യങ്ങൾ ഇത്രയും നല്ല സ്പേസ് വന്നതിന് ശേഷം ഇവിടെ മൊത്തം ഒരു കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള പെട്ടെന്നൊരു എവല്യൂഷൻ വന്നല്ലോ. കാരണം ഈ ചെറിയ ഇതൊരു 6 months ഇതിന്റെ പണി നമ്മൾ കാണുന്നെങ്കിൽ ഇതിന്റെ പണി കഴിഞ്ഞാലാണ് മൊത്തത്തിൽ ഇതിന്റെ അപ്പിയറൻസ് തന്നെ മാറുന്നത്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യട്ടെ. ഇവിടെ എന്തെങ്കിലും തട്ടുകടയിൽ ഇനിയും വിജയിക്കില്ല? ഇനിയും വിജയിക്കും. അല്ല, ഇതിപ്പോ വേളം പഞ്ചായത്താണ് ആണെന്ന് പറയാം. അപ്പോൾ അത് ആഞ്ചേരി അല്ല ഇപ്പം. ഇനിയിപ്പോൾ ആഞ്ചേരി പഞ്ചായത്തും കൂടി ഒന്നും വികസിപ്പിക്കാറുണ്ടല്ലേ? അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് അങ്ങോളം. അതുപോലെ പാലത്തിന് ഇപ്പം വീതി കുറഞ്ഞോയോ? വീതി കുറഞ്ഞത് ഒരു കൺസേൺ ആണ്. അതിപ്പോൾ ഇവിടെ റോഡിൽ വരുന്ന ട്രാവൽ ചെയ്യുമ്പോൾ ആണെങ്കിലും ബുദ്ധിമുട്ടാണ്. കാരണം ഇത്ര ആളുകൾ നിൽക്കുന്നത് ഭാഗത്തേക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. അതിന്റെ ഭാഗത്ത് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ നാട്ടും പുറത്ത് ഇങ്ങനെ ഒരു ഭംഗിയുള്ള സ്ഥലം അത് അത്ഭുതം തന്നെ കേട്ടോ. നല്ല രസമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പുളിയപ്പുഴ പാലാണെങ്കിലും അവിടെയും കുറച്ചുകൂടെ നല്ല ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കാണാൻ ഭംഗിയുണ്ട്. അങ്ങനെയുള്ള കുറെ ഹിഡൻ സ്പോട്ട് ഉണ്ട്. നമ്മുടെ ടൂറിസം വകുപ്പും കൂടെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നമുക്ക് നന്നായി കൊണ്ടുവരികയാണെങ്കിൽ കുറെ വേണം. ഓക്കെ താങ്ക് യു. അപ്പോൾ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. കൂടുതലൊന്നും കാണിക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ ഒരു വയൽ 2 ഭാഗത്തും വയൽ, ഒരു പാലം, പിന്നെ അതിൻ്റെ നടുവിലുള്ള റോഡ്, ഇതാണ് ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാലും വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് വന്ന് കാണുക, ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.